ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അർച്ചന ചേച്ചി LLB എന്ന പരമ്പരയിൽ മുകുന്ദന്റെയും രമ്യയുടെയും ജീവിതത്തിലേക്ക് രുക്കു വിരിച്ച വലിയൊരു കെണി തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രധാന ആകർഷണം. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തർക്കത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പം നമുക്ക് നേരെ റിവ്യൂയിലേക്ക് കടക്കാം. അങ്ങനെ രാവിലെ രമ്യ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മുകുന്ദൻ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് പുറത്തു നിന്ന് വാങ്ങിയ ഭക്ഷണവുമായിട്ട് രുക്കു അങ്ങോട്ട് വരുന്നത്. വളരെ പ്ലാൻ ചെയ്ത രീതിയിലായിരുന്നു രുക്കുവിന്റെ ഓരോ നീക്കങ്ങളും. കഴിക്കുന്നതിനിടയിൽ രമ്യയോട് സംസാരിച്ചു തുടങ്ങിയ രുക്കു വളരെ തന്ത്രപൂർവ്വം അവരുടെ അടുത്ത മെഡിക്കൽ ചെക്കപ്പിനെ കുറിച്ചും കുട്ടികൾ ഉണ്ടാകാത്തതിനെ കുറിച്ചൊക്കെ ചോദിച്ചറിയുകയാണ്. അമ്പലത്തിലെ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞാണ് രുക്കു ഈ വ്യക്തിപരമായ വിഷയത്തിലേക്ക് കടക്കുന്നത്. കുട്ടികൾ ഉണ്ടാകാത്തത് ആരുടെ പ്രശ്നം കൊണ്ടാണെന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ച് വഴിപാട് കഴിക്കാമെന്ന വ്യാജേന രുക്കു കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു. ഇവിടെ രമ്യയ്ക്ക് പറ്റിയ ഒരു അബദ്ധം രുക്കു മുതലെടുക്കുകയാണ്. മുകുന്ദൻ കൃത്യസമയത്ത് മരുന്ന് കഴിക്കാറില്ലെന്നും താനാണ് ഓർമ്മിപ്പിക്കാറുള്ളതെന്നും രമ്യ പറയുന്നു. ഇത് കേട്ടപാടെ മുകുന്ദന് തന്നെയാണ് പ്രശ്നമെന്ന രീതിയിൽ രുക്കു സംസാരിക്കാനും തുടങ്ങുന്നു. ഈ സംഭാഷണങ്ങളെല്ലാം മാറി നിന്ന് കേൾക്കുന്ന മഞ്ജു ആകട്ടെ കാര്യങ്ങൾ തങ്ങൾ വിചാരിച്ചതുപോലെ ചൂട് പിടിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ കരുതി സന്തോഷിക്കുകയാണ്. തങ്ങളുടെ തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളിൽ രുക്കു ഇടപെടുന്നത് മുകുന്ദനെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. തർക്കം രൂക്ഷമാകുന്നതോടെ മുകുന്ദന്റെ ആൺബോധത്തെയും കഴിവിനെയും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് രുക്കുവിന്റെ വാക്കുകൾ മാറുകയാണ്. കഴിവുകേട് എന്ന വാക്കുകൂടെ രുക്കു പ്രയോഗിക്കുന്നതോടെ മുകുന്ദന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. അങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ട മുകുന്ദൻ രുക്കുവിന്റെ കരണത്തടിക്കുകയാണ് കേട്ടോ. എന്നാൽ ഇത് തന്നെയാണ് രുക്കു ആഗ്രഹിച്ചതും. തന്നെ തല്ലിയതോടെ തന്റെ പ്ലാൻ വിജയിച്ചുവെന്ന് കരുതി രുക്കു മനസ്സിൽ ചിരിക്കുന്നു. പിന്നീട് ഒട്ടും വൈകിയില്ല, രുക്കു ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുകയാണ് മുകുന്ദനെതിരെ. അങ്ങനെ CIയും സംഘവും അമ്പാട്ട് വീട്ടിലെത്തുന്നു. ഗാർഹിക പീഡനത്തിന് മുകുന്ദനെ അറസ്റ്റ് ചെയ്യാൻ തന്നെ പോലീസ് തുനിയുന്നു. രമ്യ കരഞ്ഞു പറഞ്ഞിട്ടും പോലീസ് കേൾക്കുന്നില്ല. അവരങ്ങനെ മുകുന്ദനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്യുന്നു. രമ്യ പിന്നെ സഹായത്തിനായി അച്ചുവിനെ വിളിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അച്ചു മുകുന്ദനെ കാണുന്നു. എന്നാൽ സീനിയർ ഓഫീസർ ആയതുകൊണ്ട് CIക്ക് മുന്നിൽ അച്ചുവിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതിനിടയിൽ അർച്ചനയും സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. ശേഷം അർച്ചന CIയോട് സംസാരിച്ച് കേസ് ഒത്തുതീർപ്പാക്കാനൊക്കെ ശ്രമിക്കുന്നു. പരാതി പിൻവലിക്കാൻ അർച്ചന രുക്കുവിനോടും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ രുക്കു അതിന് തയ്യാറാവുന്നില്ല. മുകുന്ദൻ തന്നെ മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ രുക്കു തെളിവായി തന്നെ CIക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇതോടെ മുകുന്ദൻ പൂർണ്ണമായിട്ടും കുടുങ്ങുകയാണ്. പിന്നീട് മുകുന്ദനെ കോടതിയിൽ ഹാജരാക്കാൻ CI അച്ചുവിനോട് ആവശ്യപ്പെടുന്നു. സ്വന്തം ചേട്ടനെ പ്രതിയായി കോടതിയിൽ കൊണ്ടുപോകേണ്ടി വരുന്ന അവസ്ഥയിലാണ് അച്ചു. പ്രതി രക്ഷപ്പെടാൻ നോക്കിയാൽ സസ്പെൻഷൻ വാങ്ങിക്കേണ്ടി വരുമെന്ന് CI അച്ചുവിനെ ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. എന്നാൽ ഭയം കൊണ്ടല്ല, ഒരു പോലീസ് ഓഫീസറുടെ കടമയായതുകൊണ്ട് മാത്രമാണ് താൻ ചേട്ടനെ കോടതിയിൽ കൊണ്ടുപോകുന്നതെന്ന് അച്ചു ഉറപ്പിച്ചു പറയുന്നു. മുകുന്ദനെ ജീപ്പിൽ കയറ്റിയ ശേഷം അച്ചു രുക്കുവിന് ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രുക്കു വെറും ഒരു ആയുധം മാത്രമാണെന്നും ഇതിന് പ്രവർത്തിച്ച കൈകൾ മറ്റാരുടെയോ ആണെന്ന് അച്ചു പറയുന്നു. ഇതിനെല്ലാത്തിനും വരും ദിവസങ്ങളിൽ മറുപടി നൽകേണ്ടി വരുമെന്ന് പറഞ്ഞാണ് അച്ചു മുകുന്ദനെയും കൊണ്ട് കോടതിയിലേക്ക് തിരിക്കുന്നത്. അച്ചു മുകുന്ദനെ കോടതിയിൽ എത്തിക്കുമ്പോൾ അവിടെ വിജയശങ്കർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കോടതിക്ക് മുന്നിൽ വെച്ച് മുകുന്ദനെ വിജയശങ്കർ തടഞ്ഞു നിർത്തുന്നു. തന്റെ അനിയത്തിയെ തല്ലിയതിന് മുകുന്ദനോട് വിജയശങ്കർ തട്ടിക്കയറുന്നൊക്കെയുണ്ട്. പക്ഷെ ഇവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയാൽ കേസ് കൊടുക്കുമെന്ന് അച്ചു വിജയശങ്കറിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ സമയത്താണ് അർച്ചന അങ്ങോട്ട് വരുന്നത്. മുകുന്ദനെ പെട്ടെന്ന് തന്നെ കോടതിക്കുള്ളിലേക്ക് കൊണ്ടുപോകാൻ അർച്ചന അച്ചുവിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത് ജാമ്യമില്ലാ വകുപ്പായതുകൊണ്ട് മുകുന്ദൻ പെട്ടെന്നൊന്നും പുറത്തിറങ്ങില്ലെന്ന് പറഞ്ഞ് വിജയശങ്കർ അവരെ വെല്ലുവിളിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് കഥ നീങ്ങുമെന്ന് സൂചന നൽകിക്കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.